അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. ഇന്നലെ വുമൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് മൺഡേ തുടങ്ങി ഈ ആഴ്ചത്തെ യുദ്ധം തുടങ്ങുകയാണ്. ഈ ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചിരിക്കുന്നത് ഇന്നലെ കുടുംബശ്രീ ഇവിടെയായിരുന്നു കേട്ടോ. രാവിലെ ദോശയും ചമ്മന്തിയാണ്. എൻ്റെ ഇമ്മുമ്മ വന്നെടുത്ത് കഴിക്കുകയാണ്. അതൊക്കെ അങ്ങ് ചെയ്തോളും, പരാതിയൊന്നുമില്ല. എന്നും ഇനി ഇതൊക്കെ തന്നെ കൊടുത്താലും നമ്മുടെ വീട്ടിലെ ചാമ്പിക്കാണ് കേട്ടോ. നമ്മുടെ മുറ്റത്ത് കണ്ടോ ഒരു കരിയില പോലും ഇല്ല. ഇതൊക്കെ ഞാനങ്ങ് തൂത്ത്. നമ്മുടെ ചീരയാണേ. എന്നോട് നമ്മുടെ ലതക്കുട്ടി ചോദിച്ചിരുന്നു നമ്മുടെ വീട്ടിൽ ചീരയുണ്ടോ. നമ്മുടെ വീട്ടിൽ പച്ച ചീരയേ ഉള്ളൂ. എങ്ങനെ വീണ് കിളിച്ചതാണ്, നട്ടമൊന്നുമല്ല. പണ്ടെപ്പോഴോ നട്ടതിൻ്റെ ബാക്കി. ഇത് ഞാൻ വയലിൽ ജോലി ചെയ്യുന്നുണ്ട്. അച്ചാച്ചന് ഇച്ചിരി ചായ ഇട്ടുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. എന്നിട്ട് ചായയായിട്ട് ഞാൻ പോയി വെള്ളമായിട്ട് അങ്ങനെ വയലിൽ നിന്ന് കിട്ടിയൊരു പൂവാട്ടോ. എന്താ കാഞ്ഞാവെന്നോ അങ്ങനെ എന്തോ പറയുന്നു. നല്ല രസമുണ്ട്. പക്ഷേ ഭംഗി കണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ദേഹമൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭംഗി കണ്ടുള്ളൊന്നും നമ്മൾ അടുത്തേക്ക് പോകണ്ട. എന്നിട്ട് ഉച്ചയ്ക്കത്തേക്കിന് ചോറും നല്ല തേങ്ങ അരച്ച മീൻകറിയും, അത് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മീൻ വറുത്തും തേങ്ങ അരച്ച മീൻകറിയും അച്ചാച്ചനും മക്കൾക്കുമാണ്. എനിക്ക് സാമ്പാറും ചോറും. അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് കേട്ടോ പറയുന്നത്. എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും കുറേ നന്ദി കേട്ടോ. അത് മാത്രമേ ഈ ദൂരത്തിരുന്നുണ്ടല്ലേ നമുക്ക് ഇതിൻ്റെ വാക്കുകളിലൂടെ തരാൻ പറ്റുള്ളൂ. നന്ദി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. വിഷമങ്ങളും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തെ മുറുക്കെ പിടിച്ചോളുക. കാരണം വേറെ നമുക്ക് ആരുമില്ല ആശ്രയിക്കാനല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ഇന്നലെ നമ്മുടെ ഇന്ത്യ ജയിച്ചു, നമ്മുടെ സഞ്ജു സാംസൺ നമ്മുടെ അഭിമാനം അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് സന്തോഷം കിട്ടിയില്ല. എല്ലാവരും ക്രിക്കറ്റ് കണ്ട് കാണും, ഞാനും കണ്ടുട്ടോ. അതുകൊണ്ട് ലൈവൊന്നും ചെയ്തില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക ദൈവത്തോട്. ഒരാപത്തോ അപകടങ്ങളോ ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് തുണ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഒരുപാട് നന്ദി, സ്നേഹവും ചക്കരയും എല്ലാവർക്കും.